നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ വീണ്ടും കനത്ത വിവാദത്തിലാഴ്ത്തിക്കൊണ്ട് എക്സാലോജിക് CMRL കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാവുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് വീണ്ടും ED സമൻസ് നൽകുകയും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലടക്കം പരിശോധനകൾ നടക്കുകയും ചെയ്തതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അന്വേഷണത്തെക്കാൾ കൂടുതൽ ചർച്ചയായത് ഇന്നലെ ഇടതുപക്ഷ പ്രവർത്തകർ കാട്ടിക്കൂട്ടിയ പ്രതിഷേധങ്ങളാണ്, അല്ലെങ്കിൽ പേക്കൂത്തുകളാണ്. ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിക്കുകയും സംഘർഷാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവം ഒരു ജനാധിപത്യ സമൂഹത്തിനും യോജിച്ചതല്ല. ഈ വിമർശനമാണ് എല്ലായിടത്തും ശക്തമാകുന്നത്. എന്നാൽ CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 4 ജില്ലകളിലായി 12 കേന്ദ്രങ്ങൾ നടത്തിയ വിപുലമായ റെയ്ഡിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുത്ത തുടർ നടപടികളിലേക്ക് കടക്കുന്നു. റെയ്ഡിൽ വീണ വിജയന്റെ പക്കൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാനും വീണ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കാനുമാണ് ഏജൻസിയുടെ തീരുമാനം. CMRLന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിന്റെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ എല്ലാ പഴുതുകളും ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് നിലവിൽ EDയുടെ നടപടി നേരിട്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം ഈ പണത്തിന്റെ ഉറവിടവും വിനിയോഗവും കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്. നൽകാത്ത സേവനങ്ങൾക്കായി എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചതായി പറയുന്ന തുക ഏത് തരത്തിലാണ് വിനിയോഗിച്ചതെന്ന് ED പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. ഈ പണം ഉപയോഗിച്ച് വീണ വിജയൻ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ മറ്റ് ആസ്തികളോ വാങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കും. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വീണ വിജയൻ നൽകിയ മറുപടികൾ തൃപ്തികരമല്ല എന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വരും ദിവസങ്ങളിൽ വീണയ്ക്ക് നോട്ടീസ് നൽകി കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. 130 കോടിയിലധികം രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ക്രമക്കേടാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ 130 കോടി രൂപ എക്സാലോജിക്കിന് പുറമെ മറ്റ് ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്കോ കമ്പനികളിലേക്കോ പോയിട്ടുണ്ടെന്നും അതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നും ED പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി CMRL ഉദ്യോഗസ്ഥരെയും വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. വീണ വിജയൻ CPM നേതാവോ പാർട്ടി പ്രവർത്തകയോ അല്ല. അവർ ഒരു സ്വകാര്യ കമ്പനിയുടെ ഉടമയാണ്. അതിനാൽ എക്സാലോജിക് CMRL കേസ് ഒരു പാർട്ടി വിഷയമായി മാറ്റാനുള്ള ശ്രമം രാഷ്ട്രീയമായി തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരോപണങ്ങൾ ഉയർന്നാൽ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അത് ഉയർന്നതെന്ന് മനസ്സിലാക്കണം. അതിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനെ നിയമപരമായി നേരിടുകയാണ് വേണ്ടത്. കോടതികളും അന്വേഷണ ഏജൻസികളും പ്രവർത്തിക്കട്ടെ. കുറ്റമുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ അത് തെളിയിക്കപ്പെടും. എന്നാൽ അന്വേഷണത്തെ പാർട്ടിക്കെതിരായ അതിക്രമം എന്ന് ചിത്രീകരിച്ച് അണികളെ തെരുവിലിറക്കുന്നത് ജനാധിപത്യ രീതിയല്ല. ഇവിടെയാണ് ഇടതുപക്ഷം ആത്മപരിശോധന നടത്തേണ്ടത്. ഒരു കാലത്ത് നിയമവാഴ്ചയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്ന പാർട്ടി ഇന്ന് അന്വേഷണം നേരിടുന്ന വ്യക്തികൾക്ക് വേണ്ടി തെരുവിൽ ശക്തിപ്രകടനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? അതിലേറെ ഗുരുതരമായ കാര്യം, ഇത്തരം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ഒടുവിൽ കേസുകളിലും നിയമ നടപടികളിലും കുടുങ്ങിപ്പോകുന്നത് എന്നതാണ്. നേതാക്കൾ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി മാറി നിൽക്കും. എന്നാൽ വാഹനങ്ങൾ തകർത്തും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചും രംഗത്തിറങ്ങുന്ന അണികളാണ് പ്രതികളാകുന്നത്. ED ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും SFI CPM പ്രവർത്തകർ ക്രൂരമായി ആക്രമിച്ച സംഭവം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ED ഡ്രൈവർക്കും വനിതാ ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുകയും വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുകയും ചെയ്ത സംഭവത്തിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന നിലപാടിലാണ് നിലവിൽ കേന്ദ്ര ഏജൻസികൾ. നന്ദാവനം എയർ ക്യാമ്പിന് തൊട്ടടുത്ത് വെച്ച് നടന്ന അക്രമം തടയാൻ പോലീസിന് കഴിയാത്തത് ബോധപൂർവമായ സുരക്ഷാ വീഴ്ചയാണ് എന്നതാണ് വിമർശനം. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ CBIക്ക് കൈമാറാനുള്ള സാധ്യതകളെ കുറിച്ച് ചർച്ചകൾ സജീവമാണ് എന്നാണ് റിപ്പോർട്ട്. ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് CPMന് വാദിക്കാം. അവർക്ക് അതിന് അവകാശമുണ്ട്. പക്ഷെ അതിന്റെ മറുപടി കല്ലെറിയലോ സംഘർഷമോ ആകരുത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിയമപരമായ പോരാട്ടമാണ് നടത്തേണ്ടത്. അല്ലാതെ ഓരോ അന്വേഷണവും പാർട്ടിയെ തകർക്കാനുള്ള നീക്കം എന്ന മുദ്രകുത്തി അണികളെ പ്രകോപിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെയാണ് തകർക്കുക. ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിനാണ്. CPM ഈ വിഷയത്തെ നിയമപരമായി നേരിടുമോ അതോ വികാര രാഷ്ട്രീയമാക്കി മാറ്റി കൂടുതൽ സംഘർഷങ്ങളിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുമോ?